നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. 2025 ഈ മാർച്ച് മാസം ഗുരുവായൂർ ക്ഷേത്രത്തില് ഒരു ആനയില്ലാ ശീവേലിയും അതിനോടനുബന്ധിച്ച് ആനയോട്ടവുമായി ബന്ധപ്പെട്ട് കുറേയധികം വിശേഷങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലെല്ലാം കണ്ടുകാണും. എന്താണ് ഈ ആനയില്ലാ ശീവേലിയുടെ ഐതിഹ്യമെന്നും വിശദീകരിക്കുന്നുണ്ട്. അതായത് പണ്ടൊരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് ആനയില്ലാതിരുന്ന സമയത്ത് കൊച്ചി രാജാവായിരുന്നു അത്രേ ആനകളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നൽകിയതെന്നും ഒരു വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊച്ചി രാജാവ് ആനകളെ നൽകിയില്ല. അത് അന്ന് ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരിയുടെ കീഴിലായിരുന്നുവെന്നും അദ്ദേഹവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിലാണ് ആ വർഷം കൊച്ചി രാജാവ് ആനകളെ നൽകാതിരുന്നതെന്നും അന്നേ ദിവസം ആനയില്ലാ ശീവേലി നടക്കുമ്പോൾ തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനകള് ആരും പറയാതെ തന്നെ സ്വയം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെന്നുമാണ് ഐതിഹ്യം. അതിന്റെ ഓർമ്മയായിട്ടാണ് ഇന്നും ഈ ചടങ്ങുകൾ നിർവഹിച്ചു പോരുന്നത് എന്നാണ് ക്ഷേത്ര രേഖകളിലെല്ലാം ഉള്ളത്. ഇനി ആനകളും ഗുരുവായൂരപ്പനും തമ്മില്, സകല സൃഷ്ടികളും ഗുരുവായൂരപ്പനും തമ്മില് എന്താണ് ബന്ധം? അങ്ങനെ മൃഗങ്ങൾക്ക് പോലും ഭഗവാനോട് ഓടിയെത്താൻ തോന്നുമോ എന്നൊക്കെയുള്ളതിനെ കുറിച്ച് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെ പറ്റി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തില് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ശ്രോണീസ്ഥലം മൃഗഗണ പഥയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാ ഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേതേ. ഇത് ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് ദേഹസ്യ ജഗതാത്മ തത്വവർണ്ണനത്തിലെ 8ാമത്തെ ശ്ലോകമാണ്. ഇതില് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വിവരിക്കുകയാണ്, കരുണാനിധേ നിന്തിരുവടിയുടെ കടിപ്രദേശം മൃഗഗണങ്ങളും കാലിലുള്ള നഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും ഗമനം നടത്തം കാലവും ആകുന്നു. നിന്തിരുവടിയുടെ മുഖാംബുജവും കൈകളും സുന്ദരങ്ങളായ തുടകൾ രണ്ടും കാൽ തളിരുകളും ബ്രാഹ്മണൻ തുടങ്ങിയ 4 വിഭാഗങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവുമാകുന്നു. ഇങ്ങനെ ഭഗവാന് തന്നെയാണ് വിരാട് സ്വരൂപമായിട്ട് വിവരിക്കുന്നത്. തത്രോപനന്ദാഭിതഗോപവർയ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇദപ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ശ്രീമന്നാരായണീയം ദശകം 49 വൃന്ദാവന ഗമന വർണ്ണന 2ാം ശ്ലോകത്തില് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇങ്ങനെ പറയുകയാണ്, അങ്ങയുടെ പ്രേരണയാൽ ആ കൂട്ടത്തിൽ ഉപനന്ദൻ എന്നു പേരായ ഒരു ഗോപശ്രേഷ്ഠൻ ഇവിടെ നിന്ന് പടിഞ്ഞാറു ഭാഗത്തായി വൃന്ദാവനം എന്ന് പേരോടുകൂടിയ മനോഹരമായ ഒരു വനഭൂമി ശോഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭഗവത് പ്രേരണയാൽ പറഞ്ഞു എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇവിടെ വിവരിക്കുന്നത്. ആധുനിക ശാസ്ത്രം ഈ ലോകത്തിലെല്ലാം എനർജി അഥവാ ഊർജമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സനാതനധർമ്മം എല്ലാം സെൽഫ്, ആത്മാവ് തന്നെയാണ് എന്ന് എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. എല്ലാവരിലുമുള്ളത് ഒരേ ആത്മാവാണ്. ഭഗവാൻ എന്ന സ്വരൂപം തന്നെയാണ് ഈ പ്രപഞ്ചമായി നിലനിൽക്കുന്നത് എന്ന് ശ്രീമന്നാരായണീയത്തിൽ ഭാഗവതത്തിലെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഉള്ളിൽ പ്രേരണയായി വന്നത് ഭഗവാൻ തന്നെയാണ്, ഭഗവാനാണ് എന്നെ അങ്ങനെ തോന്നിപ്പിച്ചത് എന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൃഷ്ടികളുടെയും ഉള്ളിലുള്ളത് ഒരേ ചൈതന്യമാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയോട്ടത്തിന് പിന്നിലുള്ള ഐതിഹ്യം നമ്മുടെ ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.